നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ഞാൻ സഹായിക്കാം. പലരും തെറ്റായ ധാരണയിൽ ബാങ്കിൽ കൊണ്ട് സ്ഥിര നിക്ഷേപം അതായത് FD ഇടുന്നു. അപ്പൊ സംഭവിക്കുന്നത് 2-3 തെറ്റുകൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യം, നിങ്ങൾ 5 കൊല്ലത്തേക്കാണ് FD എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് മതിയാവുന്ന പൈസയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇടരുത്. അതിനുള്ള ബദൽ വഴി നമുക്ക് ഇവിടെ ഞാൻ പറയാം. നമുക്ക് 30 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉദാഹരണം നോക്കാം. നിങ്ങൾ 30 ലക്ഷം രൂപ ഒരുമിച്ച് ബാങ്കിൽ FD ഇടുന്നു. 5 കൊല്ലത്തേക്കാണ് നിങ്ങൾ ഇട്ടത്. 5 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഏത് നാഷണലൈസ് ബാങ്കിൽ 5.5% ക്വാർട്ടർലി ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നത് 39,46,000 രൂപയായിരിക്കും. അതിന് ടാക്സ് അവിടെ പിടിക്കും. അത് നിൽക്കട്ടെ, നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കുന്നില്ല. ഈ 30 ലക്ഷം രൂപ 5 ഇൻസ്റ്റാൾമെന്റ് ആക്കിയിട്ട് 6 ലക്ഷം രൂപ വെച്ചിട്ട് 5 കൊല്ലം അടയ്ക്കുന്നു. അപ്പൊ 5 കൊല്ലം 30 ലക്ഷം രൂപ അടയ്ക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞമാതിരി 5.5% സിമ്പിൾ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 35,46,000 രൂപയായിരിക്കും. ഇതിന് ബദൽ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ SBI ലൈഫിന്റെ ഏറ്റവും വലിയ പ്ലാനായ ഒരു പ്രിവിലേജ് പ്ലാൻ, സ്മാർട്ട് പ്രിവിലേജ് പ്ലാനിൽ നിങ്ങൾ ഇതേപോലെ ഒരുമിച്ച് അടയ്ക്കണമെന്നില്ല. 6 ലക്ഷം രൂപ വെച്ചിട്ട് 5 കൊല്ലം അടയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയായ SBI ലൈഫ് ഇന്ത്യയാണ്. ഈ SBI ലൈഫിൽ നിങ്ങൾ 6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻട്രസ്റ്റ് എന്ന രീതിയിലല്ല കിട്ടുന്നത്. അത് ആ ഒരു ഫണ്ടിൽ ഇടുന്നു. ഉദാഹരണം മിഡ് ക്യാപ് എന്ന ഫണ്ടിൽ ഇടുന്നു. മിഡ് ക്യാപ് എന്ന ഫണ്ട് 2016 തുടങ്ങിയതാണ്. 2016 മുതൽ 2025 വരെ ആവറേജ് ഗ്രോത്ത് 18% മൂല്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 കൊല്ലം നോക്കുകയാണെങ്കിൽ അത് 22%. ലാസ്റ്റ് 3 ഇയർ നോക്കുകയാണെങ്കിൽ 20% മുകളിലുണ്ട്. ഇത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് രീതിയിലാണ് തിരിച്ചു കിട്ടുന്നത്. SBI ലൈഫിന്റെ സ്മാർട്ട് പ്രിവിലേജ് ആയ മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മൾ 6 ലക്ഷം രൂപ വെച്ചിട്ട് 5 കൊല്ലം അടയ്ക്കുന്നു. അപ്പൊ കിട്ടുന്ന മെച്യൂരിറ്റി എത്ര നോക്കാം. നമ്മൾ 28%, 20% നോക്കുന്നില്ല. വെറും സിൻസ് ഇൻസെപ്ഷൻ ആയ 18% ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ 50,46,000 രൂപ നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടും. ഇനി അതല്ല, ഈ 18% എക്സ്പെൻസ് മറ്റുള്ള ചാർജസ് എല്ലാം 4% കുറയ്ക്കുകയാണെങ്കിൽ തന്നെ 14% ആണെങ്കിൽ നമുക്ക് 45 ലക്ഷം രൂപ, 45,26,000 രൂപ നമുക്ക് 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. 6 ലക്ഷം വെച്ച് 5 കൊല്ലം വെച്ച് ബാങ്കിൽ FD ഇടുന്നതും ഇത് തമ്മിൽ ഏകദേശം അല്ല 10 ലക്ഷം രൂപയുടെ വ്യത്യാസം നമുക്കുണ്ട്. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു വീട് വാങ്ങാം, കാറ് വാങ്ങാം, പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് FD ഇടുമ്പോൾ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് കളി എന്ന് പറയുമ്പോൾ ഈ 45 ലക്ഷം രൂപ എടുക്കുന്നില്ല. വേണമെങ്കിൽ എടുക്കാം, 5 കൊല്ലം കഴിഞ്ഞാൽ കുറച്ചെടുക്കാം, മുഴുവൻ എന്തെടുക്കാം. ഇനി 5 കൊല്ലം കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ അത് നേരെ 87 ലക്ഷം രൂപയായിട്ട് അത് മാറുകയാണ്. അതായത് നമ്മൾ 6 ലക്ഷം രൂപ വെച്ചിട്ട് 5 കൊല്ലം 30 ലക്ഷം അടച്ചത് ഒരു 5 കൊല്ലം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 87 ലക്ഷം രൂപ കിട്ടും. ഇത് ഞാൻ പറഞ്ഞത് വളരെ നോർമലായ 14% മാത്രം കിട്ടുന്നുള്ളെങ്കിലാണ് കിട്ടുന്നത്. ആക്ച്വൽ ഗ്രോത്ത് 18-20 ആണ്. അങ്ങനെയാണ് നമുക്ക് 1 കോടി കഴിയാൻ 1 കോടി 10 ലക്ഷം 20 ലക്ഷം രൂപയാകാൻ ഒരു വലിയ പ്രയാസമില്ല. ഇതാണ് അതേസമയം നിങ്ങൾ FD ആണ് എന്ന് അറിയാതെ നിങ്ങൾ നേരെ കൊണ്ട് SBI അല്ല ഏത് ബാങ്കിലും FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടേണ്ട 10-40 ലക്ഷം രൂപ ചുമ്മാ കൊണ്ട് കളയാണ്. ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ ടാക്സ് ATC ടാക്സ് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ 6 ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ 42 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസ് കവറേജും ഇതിന് കൂടുതൽ കിട്ടുന്നു. അതായത് 6 ലക്ഷം രൂപ അടച്ച ഒരു വ്യക്തി നിർഭാഗ്യവശാൽ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 6 ലക്ഷം രൂപയല്ല, അതിന്റെ 7 ഇരട്ടിയായ 42 ലക്ഷം രൂപയായിരിക്കും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്നതാണോ എന്ന് നമുക്ക് റിയൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് കുറച്ച് കസ്റ്റമേഴ്സ് പരിശോധിക്കാം. നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ 6 ലക്ഷം രൂപ വെച്ചിട്ട് 2017, 17, 18, 19, 20, 21 വർഷം അടച്ചു കഴിഞ്ഞു. ഇനി പിന്നെ 22, 23, 24, 25 9 വർഷമായുള്ളൂ. ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ 83 ലക്ഷം രൂപയുണ്ട്. ഞാൻ പറഞ്ഞ 87 ലക്ഷം രൂപ മുകളിലാവാൻ ഇനി നമുക്ക് 1 കൊല്ലം കിടക്കും. നമുക്കറിയാം ഏകദേശം അതിനെക്കാട്ട് മുകളിൽ വരും. ഇനി 2018 തുടങ്ങിയ കേസ് 6 ലക്ഷം രൂപ വെച്ചിട്ട് 2018, 19, 20, 21, 22 അടച്ചു. 23, 24, 25 3 കൊല്ലം 8 കൊല്ലമായുള്ളൂ. ഇനി 2 കൊല്ലം കിടക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 74 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇനി 2 കൊല്ലത്തിൽ നമുക്കറിയാം 87 ലക്ഷം രൂപ അതിന്റെ മുകളിലേക്ക് കയറിപ്പോകും. ഇതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പൈസ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മിനിമം ആണ്. നിങ്ങൾക്ക് 8 ലക്ഷം രൂപ അടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ കാണാം. 8 × 5 40 ലക്ഷം രൂപ അടച്ചു. 1 കോടി 4 ലക്ഷം രൂപ കഴിഞ്ഞു. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ അടയ്ക്കാനുള്ള കഴിവുകളാണെങ്കിൽ 10 ലക്ഷം × 5 നിങ്ങൾക്ക് കാണാം അത് 1 കോടി 41 ലക്ഷം രൂപ ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 10, 25, 50 എത്ര വേണേയും അടയ്ക്കാൻ പറ്റും. ഈ കാര്യങ്ങളും നിങ്ങൾ അതേ കാര്യം അറിഞ്ഞിട്ട് കാണത്തില്ല, പറഞ്ഞു തരാനുള്ള സമയം ബാങ്കുകാർക്ക്
ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള ഫണ്ടുകൾ 5 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ നിർബന്ധമായും SBI ലൈഫിന്റെ സ്മാർട്ട് പ്രിവിലേജ് എന്ന ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടതുണ്ട്. 6 ലക്ഷം രൂപ ഒരു കൊല്ലം മാറ്റിവെക്കാൻ കഴിയുന്നവർ മാത്രം എന്നെ ബന്ധപ്പെടുക. താങ്ക് യു.